വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പിന്നെ ഒന്ന് രണ്ട് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് 18 കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡാഷ് ഈസ് എ ന്യൂ ലൈൻ ഓഫ് ക്രെഡിറ്റ് സപ്പോർട്ട് ലോഞ്ച്ഡ് ബൈ NABARD ഇൻ 2011 ഫോർ ഫണ്ടിങ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള നബാർഡിൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. 2011-12 കാലഘട്ടത്തിലാണ് കേട്ടോ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. നബാർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ആണോ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിൻ്റെ ആണ് ചോദിച്ചത്, പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഫണ്ടാണോ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ടാണോ, ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചറൽ ഫണ്ടാണോ എന്നാണ് ചോദ്യം. അതായത് ഇതിലേതാണ് ഈ ഒരു റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നബാർഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഫണ്ട് നിധ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഷോർട്ട് ഫോം എന്താണ്? നിധ. അതാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ബാക്കി 3 ഫണ്ടുകളും നബാർഡിൻ്റെ തന്നെ ഫണ്ടുകളാണ് കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഫണ്ടാണെങ്കിലും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ടാണെങ്കിലും ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചറൽ ഫണ്ടാണെങ്കിലും ആരുടെ തന്നെയാണ്? നബാർഡിൻ്റെ ഫണ്ടുകൾ തന്നെയാണ്. അപ്പോൾ നിധ ഈസ് ഡിസൈൻഡ് ടു ഫണ്ട് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത്തരത്തിലുള്ള റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റേറ്റ് ചെയ്യാനും അവർക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷനും കണക്ടിവിറ്റിയും ഇറിഗേഷനും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നിധ എന്ന് പറഞ്ഞ പദ്ധതി രൂപീകരിച്ചത്. അത് ലോഞ്ച് ചെയ്തത് നബാർഡാണ്. 2011-12 കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, സീതാരാമൻ അനൗൺസ്ഡ് എൻഹാൻസിങ് ദ ലിമിറ്റ് ഫോർ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം ഫോർ കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു മോക്ക് ടെസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൽ നിന്നും ശകലം മാറ്റങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ജനുവരി 2025 ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ സീതാരാമൻ അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞു. എൻഹാൻസിങ് ലിമിറ്റ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്രയാണ് കൊടുത്തിരുന്നത് പണ്ട്? അതായത് KCCയിൽ പണ്ട് എത്രയാണ് കൊടുത്തിരുന്നത്? 3 ലക്ഷം രൂപയാണ് മാക്സിമം കൊടുത്തിരുന്നത് കേട്ടോ. 3 ലക്ഷം രൂപയാണ് മാക്സിമം കൊടുത്തിരുന്നത്. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം ഫോർ ഷോർട്ട് ടേം അഗ്രികൾച്ചറൽ ലോൺസ് അപ് ടു 3 lakh എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ആ പരിധി ഒന്ന് ഉയർത്തിയിട്ടുണ്ട്. ഇത് ഉയർത്തുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഉയർത്തുന്നത് കേട്ടോ. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ 7% മാക്സിമം കൊടുക്കുന്നതെങ്കിൽ ലോൺ കൊടുക്കുന്നതെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? 4% സബ്സിഡി കൊടുക്കും, അല്ലെങ്കിൽ 3%, അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി കുറച്ച് അടച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഉള്ളൊരു സ്കീമിലാണ് ഈ ഒരു KCC കൊടുക്കുന്നത്. കുറച്ച് നമുക്ക് അറിയാം, ഗോൾഡ് ലോണൊക്കെ കേട്ടിട്ടില്ലേ? അതായത് മൊത്തം 7% ആണെങ്കിൽ 3% ഗവൺമെൻറ് സബ്സിഡി കൊടുക്കും, അപ്പോൾ 4% നമ്മൾ അടച്ചാൽ മതി. ആ ഒരു രീതിക്ക് അതേപോലെ തന്നെയാണ് KCCയും വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പണ്ടത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം ആയിരുന്നു. ഇപ്പം അത് എത്രയാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇപ്പം അത് യൂണിയൻ ബഡ്ജറ്റിൽ വന്നപ്പം 5 ലക്ഷം ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര ലക്ഷം ആക്കിയിട്ടുണ്ട്? 5 ലക്ഷം. ആദ്യം 3 ലക്ഷം ആയിരുന്നു കേട്ടോ. ഇപ്പം അത് മാക്സിമം എത്ര കൊടുക്കും? 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ എൻഹാൻസിങ് ലിമിറ്റ് ഫോർ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം ഫോർ കിസാൻ ക്രെഡിറ്റ് കാർഡ് 5 lakh ചെയ്തു യൂണിയൻ ബഡ്ജറ്റ്. ഇപ്പോൾ MSMEനെ ഇത്രയും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാനും അവരുടെ ക്രെഡിറ്റ് ആക്സസ് ഒക്കെ ഇത്രയും കൂടി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് 5 ലക്ഷം ആക്കിയത്. അപ്പോൾ നിങ്ങളിവിടെ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. ഇത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ പണ്ട് 3 ലക്ഷം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 5 ലക്ഷം ആക്കിയത് കേട്ടോ. പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അതായത് പണ്ട് 3 ലക്ഷം ഉണ്ടായിരുന്നു ടോട്ടൽ, ഇപ്പം അതെന്തായി? 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നിട്ടൊരു കമ്മിറ്റിയാണ് ദ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് സിഡ്ബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഏപ്രിൽ 2, 1990 തുടങ്ങുന്നത്. അത് ഈ MSMEക്ക് ഒരു പ്രത്യേക പരിഗണന വേണം എന്ന് പറഞ്ഞു റെക്കമെൻഡേഷൻ വന്നിട്ടൊരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സിഡ്ബി ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഏത് കമ്മിറ്റി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് കമ്മിറ്റി ആണെന്നാണ് ശരിക്കും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 1990 സമയത്താണ്.
അപ്പോൾ ഏത് കമ്മിറ്റിയാണോ അത് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. നരസിംഹം കമ്മിറ്റിയാണോ, പ്രകാശ് ബക്ഷിയാണോ, UK സിൻഹയാണോ, നൺ ഓഫ്. UK സിൻഹ കമ്മിറ്റിയാണ് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വെക്കുന്നത് കേട്ടോ. MSMEക്ക് പ്രത്യേകിച്ചൊരു ഇത് വേണമെന്നും സിഡ്ബിയുടെ ഡെവലപ്മെൻറ്റിന് അതാണ് പ്രധാനം ആയത് കേട്ടോ. ഇനി വാട്ട് ഈസ് ദ മാക്സിമം ലോൺ ലിമിറ്റ് ഫോർ KCC വിത്തൗട്ട് കൊളാട്രൽ ഫോർ ഫാർമേഴ്സ്? ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ 15ാമത്തെ മോക്ക് ടെസ്റ്റാണ് തോന്നുന്നത് നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. വാട്ട് ഈസ് ദ മാക്സിമം ലോൺ ലിമിറ്റ് ഫോർ KCC വിത്തൗട്ട് കൊളാട്രൽ അന്ന് ഫോർ ഫാർമേഴ്സ് ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിൻ ചെയ്തു, 2 ലക്ഷം ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ പിൻ ചെയ്തായിരുന്നു. കണ്ട കുട്ടികൾക്ക് അറിയുണ്ടാവും. നമ്മൾ പിൻ ചെയ്തു. മാക്സിമം ഒരു കുട്ടി സംശയം ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയത്. അപ്പോൾ ശരിയാണ്, മാറ്റം വന്നിട്ടുണ്ട്. KCC വിത്തൗട്ട് കൊളാട്രൽ ഫോർ ഫാർമേഴ്സ് 1.6 ആയിരുന്നു കേട്ടോ ആദ്യം. 1.6ൽ നിന്ന് ഇപ്പോൾ ഫെബ്രുവരിയിൽ മാറ്റങ്ങൾ, ജനുവരി 1 തൊട്ടിട്ട് മാറ്റങ്ങളുണ്ട്. ഇത് പക്ഷേ RBIയുടെ ഗൈഡ് ലൈനാണ്. യൂണിയൻ ബഡ്ജറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നോ നോക്കിയത്, പക്ഷേ യൂണിയൻ ബഡ്ജറ്റിലൊന്നും മാറ്റമൊന്നും വന്നായിരുന്നില്ല. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 1.6 ലാക്ക് തന്നെ ആയിരിക്കും എന്ന്. പ്രത്യേകിച്ചൊന്നും യൂണിയൻ ബഡ്ജറ്റിൽ പറഞ്ഞു കണ്ടില്ല. പക്ഷേ RBI ആണ് ഈ നിരക്ക് പുതുക്കിയിട്ടുള്ളത് കേട്ടോ. RBI ഈ നിരക്ക് പുതുക്കിയിട്ടുണ്ട്. അതാണ് ഈ മാക്സിമം ലോൺ ലിമിറ്റ് KCC വിത്തൗട്ട് കൊളാട്രൽ എന്ന് പറഞ്ഞാൽ കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം അത് ഇൻഡിവിജ്വൽ ബോറോവേഴ്സിനാണെങ്കിൽ എത്രയാണ് വരിക? ഇൻഡിവിജ്വൽ ബോറോവേഴ്സിന് 2 ലക്ഷമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 പോയിൻ്റ് ഉണ്ട്. RBI റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ദ നോംസ് ഫോർ കൊളാട്രൽ ഫ്രീ ലോൺസ് അണ്ടർ ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് എഫക്റ്റീവ് ഫ്രം January 1, 2025. മാക്സിമം ലോൺ ലിമിറ്റ് എത്രയാണ്? 2 lakhs പെർ ബോറോവർ ആണ് കേട്ടോ. ബോറോവർ അതായത് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സിംഗിൾ ഫാർമർ ആണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. 2 lakh ആണ് കേട്ടോ. എന്നാൽ ഇവിടെ തന്നെ ടൈയപ്പുകളുണ്ടെങ്കിൽ, അതായത് ഒന്നിലേറെ സംരംഭങ്ങളിൽ ടൈയപ്പുകളുണ്ടെങ്കിൽ 3 ലക്ഷമാണ് മാക്സിമം വരുന്നത് കേട്ടോ. അതും ഒന്ന് ശ്രദ്ധിക്കണം. ടൈയപ്പ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? മാക്സിമം ലോൺ ലിമിറ്റ് ഫോർ KCC വിത്തൗട്ട് കൊളാട്രൽ ഈസ് 3 lakh ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം ഇവിടെ ഒരു ഫോർ ഫാർമേഴ്സ് എന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? 2 ലക്ഷമാണ് കേട്ടോ. ഒരു ഇൻഡിവിജ്വൽ ഫാർമർക്ക് എത്ര കൊടുക്കും? 2 ലക്ഷം വിത്തൗട്ട് കൊളാട്രലാണ്. അവിടെ നമ്മൾ കൊളാട്രൽസോട് കൂടിയിട്ടാണ് 5 ലക്ഷം മൊത്തമാണ് പറഞ്ഞത് കേട്ടോ. മൊത്തം തുകയാണ് നമ്മൾ പറഞ്ഞത്. 5 ലക്ഷമാക്കി ഉയർത്തിയത് അത് ഗവൺമെൻറ് നമ്മുടെ ബജറ്റിൽ ഉയർത്തിയതാണ് കേട്ടോ. ഓക്കെ, ഇത് RBIയുടെ റെസ്ട്രിക്ഷനാണ്. ഇപ്പോൾ KCC വിത്തൗട്ട് കൊളാട്രൽ എത്രയാണ്? പെർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പെർ ബോറോവർ പെർ ഫാർമറൊക്കെ ആണെങ്കിൽ 2 ലക്ഷമാണ് വരിക. അല്ലെങ്കിൽ മാക്സിമം ലോൺ ലിമിറ്റ് ടോട്ടൽ പറയുകയാണെങ്കിൽ 3 ലക്ഷമാണ് വരിക കേട്ടോ. അത് പക്ഷേ ടൈയപ്പ് കൊളാബറേഷൻ ഉണ്ടെങ്കിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യണം. അതായത് തെറ്റിച്ച് പഠിക്കരുത് കേട്ടോ. പഠിക്കുന്ന ഫാക്ടർ നമ്മളൊക്കെ ഒരേപോലത്തെ സാധനങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേ ക്വസ്റ്റ്യൻ അതേപോലെ ടൈപ്പ് ചെയ്യുക. വാട്ട് ഈസ് ദ മാക്സിമം ലോൺ ലിമിറ്റ് ഫോർ KCC വിത്തൗട്ട് കൊളാട്രൽ ഫോർ ഫാർമേഴ്സ് എന്ന് അടിച്ചു. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ഇപ്പോൾ പഴയ കാലമൊന്നും അല്ലല്ലോ, നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കുന്ന ഫാക്റ്റുകൾ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ RBI കൊണ്ടുവന്നിട്ട് January 1, 2025 പുതുക്കിയ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പെർ ബോറോവർ 2 lakh ആണെന്നും ടൈയപ്പ് വന്നു കഴിഞ്ഞാൽ എത്രയാണ്? 2 lakh സ്റ്റാൻഡേർഡ് കൊളാട്രൽ ഫ്രീ ലിമിറ്റ് ഫോർ ഇൻഡിവിജ്വൽ ബോറോവേഴ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഫാർമറുടെ കാര്യമാണെങ്കിൽ അവിടെ 2 ലക്ഷം തന്നെയാണ് ഉത്തരമായിട്ട് വരിക. എന്നാൽ ബോറോവേഴ്സിന് ടൈയപ്പ് ഉണ്ടെങ്കിൽ, അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്രയാണെന്ന് പറയുന്നുണ്ട്? 3 lakh എന്നും പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം ലോൺ ലിമിറ്റ് ചോദിച്ചാൽ 3 lakh എന്നും എഴുതാം കേട്ടോ. ഏത് സെൻസിൽ ചോദിച്ചാൽ? ടൈയപ്പ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ഇത് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഒരു മാറ്റമുണ്ട്, ഇപ്പോൾ ഒരു പ്രസൻ്റ്ലി ഉള്ള മാറ്റമാണെന്ന് കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി യൂണിയൻ ബജറ്റിൻ്റെ കാര്യം നോക്കുമ്പം എത്രാമത്തെ യൂണിയൻ ബജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്? 2025 കഴിഞ്ഞത് എത്രാമത്തെ യൂണിയൻ ബജറ്റാണ്? 77ാമത്തെയാണ് കേട്ടോ. 77th ആണ്. ഓക്കെ, 77ാമത്തെ യൂണിയൻ ബജറ്റാണ് കഴിഞ്ഞത്. പിന്നെ
പേപ്പർലെസ് ബഡ്ജറ്റാണല്ലോ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് എന്നാണ് പ്രസൻറ്റ് ചെയ്തത്? നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് തോന്നി, അതുകൊണ്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നാണ്? 2021-22 സമയത്തെ ബഡ്ജറ്റാണ് ഫസ്റ്റത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് കേട്ടോ. ഇപ്പം 6ാമത്തെ ബഡ്ജറ്റായി തോന്നുന്നുണ്ട് കേട്ടോ. ആറാമത്തെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ 6ാമത്തെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഫസ്റ്റ് പേപ്പർലെസ് ബഡ്ജറ്റ് 2021-22 കാലഘട്ടത്തിലായിരുന്നു. വാട്ട് ഈസ് ദ മാക്സിമം KCC ലിമിറ്റ് റേസ്ഡ് ഇൻ ദ ബഡ്ജറ്റ്? 2025 നിന്നും 3 ലക്ഷത്തിൽ നിന്നും എത്ര ലക്ഷമാക്കി ഉയർത്തി? നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, അതൊന്ന് പഠിച്ചു വെച്ചോളൂ. യൂണിയൻ ബഡ്ജറ്റിൽ വന്ന മാറ്റമാണ് 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കിയത്. ഇനി ലോൺ ലെഡ്ജർ കെപ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ലോൺ ലെഡ്ജർ അതായത് നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ ഇത്തരത്തിലെ അക്കൗണ്ടൻസിയിൽ സ്പെഷ്യൽ ലെഡ്ജേഴ്സ്, അതായത് സഹകരണ സംഘങ്ങൾ സൂക്ഷിക്കുന്ന സ്പെഷ്യൽ ലെഡ്ജേഴ്സ് ഉണ്ട്. സഹകരണ സംഘത്തിൽ നിങ്ങൾ ആക്ട് ആൻഡ് റൂൾസിൽ പഠിക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ലെഡ്ജേഴ്സ് ഉണ്ട് എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ സഹകരണ സംഘങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുന്ന സ്പെഷ്യൽ ലെഡ്ജേഴ്സ് ഉണ്ട്. എവിടെ? സൊസൈറ്റികളിൽ. അപ്പോൾ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണത് കേട്ടോ. സ്പെഷ്യൽ ലെഡ്ജറിൻ്റെ കാര്യം അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് വായിക്കാം. ജനറൽ ലെഡ്ജറാണോ, ഇംപേഴ്സണൽ ലെഡ്ജറാണോ, സ്പെഷ്യൽ ലെഡ്ജറാണോ, ഓൾ ഓഫ് ദി അബോവ്? എല്ലാം ഇങ്ങനെ ഇതിലേതിലാണ് ഈ ലോൺ ലെഡ്ജർ പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്പെഷ്യൽ ലെഡ്ജർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ആര് പെടുക? ലോൺ ലെഡ്ജർ പെടുക കേട്ടോ. അപ്പോൾ പേഴ്സണൽ ലെഡ്ജേഴ്സ് ഉണ്ട്. പേഴ്സണൽ ലെഡ്ജേഴ്സിന് കുറച്ച് ടൈപ്പ് ഓഫ് പേഴ്സണൽ ലെഡ്ജേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലെഡ്ജേഴ്സ് പറയുന്നുണ്ട്. പിന്നെ അതർ ഇമ്പോർട്ടൻ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിൽ പേഴ്സണൽ ലെഡ്ജറിൽ പെടുന്നതാണ് മെമ്പേഴ്സ് ലെഡ്ജർ, അതുപോലെ തന്നെ ഡെറ്റേഴ്സ് ലെഡ്ജർ, പിന്നെ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അതായത് ഡെറ്റേഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽസ് ലെഡ്ജറാണ് കേട്ടോ. എമൗണ്ട് റിസീവബിൾ, മെമ്പേഴ്സിൽ നിന്നും കസ്റ്റമേഴ്സിൽ നിന്നുള്ള എമൗണ്ട് റിസീവബിൾസ് ഒക്കെ കാണിക്കുന്നത് ഡെറ്റേഴ്സ് ലെഡ്ജറിലാണ്. അപ്പോൾ പേഴ്സണൽ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മുടെ മെമ്പേഴ്സ് ലെഡ്ജറും അതുപോലെ ഡെറ്റേഴ്സ് ലെഡ്ജറും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറും ഒക്കെ പെടുക. പേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞ ഭാഗത്തോട്ടാ. അത് കഴിഞ്ഞാൽ ജനറൽ ലെഡ്ജർ ഉണ്ട്. ജനറൽ ലെഡ്ജറിൽ എല്ലാ ഇംപേഴ്സണൽ അക്കൗണ്ടുകളുമാണ് അവിടെ വരിക. അസറ്റ്സും ലയബിലിറ്റീസും ഇൻകവും എക്സ്പെൻസസും ഒക്കെയാണ് വരിക. അവിടെ ക്യാഷ് ബുക്ക് വരും, ബാങ്ക് ബുക്ക് വരും, ബാങ്കിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് വരും, ഫിക്സഡ് അസറ്റ്സിൻ്റെ രജിസ്റ്റേഴ്സ് വരും. ഇതൊക്കെ വരിക എവിടെയാണ്? ജനറൽ ലെഡ്ജറിലാണ്. അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഈ സ്പെഷ്യൽ ലെഡ്ജറാണ്. സ്പെഷ്യൽ ലെഡ്ജറിൽ ഷെയർ ലെഡ്ജർ വരും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ വരും, സിങ്കിങ് ഫണ്ട് രജിസ്റ്റർ വരും കേട്ടോ. സിങ്കിങ് ഫണ്ട് രജിസ്റ്റർ വരുന്നുണ്ട്, റിസർവ് ഫണ്ട് രജിസ്റ്റർ വരുന്നുണ്ട്, ഡിവിഡൻഡ് രജിസ്റ്റർ വരുന്നുണ്ട്, ഡെപ്പോസിറ്റ് ലെഡ്ജർ വരുന്നുണ്ട്, ലോൺ ലെഡ്ജർ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ലെഡ്ജർ വരുന്നുണ്ട്, സാലറി ആൻഡ് വേജസ് പിന്നെ രജിസ്റ്റർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യണം. സ്പെഷ്യൽ പർപ്പസ് ലെഡ്ജറിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അക്കൗണ്ടൻസിയിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ, മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ടല്ലോ, അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ നമ്മുടെ ഫോൾഡറിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. കാണാത്തവരുണ്ടോയെന്ന് അറിയില്ല, എല്ലാവരും ഡൗൺലോഡ് ചെയ്തതായി കാണുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യാത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ഓക്കെ, അപ്പോൾ ലോൺ ലെഡ്ജർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ഹൂ ബിയേഴ്സ് ദ ലോസ് ഓഫ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ഓർ ഡാമേജ്ഡ് ഇൻ ട്രാൻസിറ്റ് ഇൻ കൺസൈൻമെൻറ്റ്? എന്താണ് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ? കൺസൈൻമെൻറ്റ് ഒരു കോൺട്രാക്റ്റ് ആണല്ലേ. അവിടെ ലോസ് ഓഫ് ഗുഡ്സ് എന്തെങ്കിലുമൊക്കെ ഡാമേജായി, ഡിസ്ട്രോയ് ആയി, അപ്പോൾ ആരാണ് ആ നഷ്ടം സഹിക്കുക? ആരായിരിക്കും നഷ്ടം സഹിക്കുക? ഈ ഗുഡ്സ് ശരിക്കും ആരുടെയാണ്? കൺസൈനറുടെ അല്ലേ. സോ അയാൾക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ശരിക്കും ഈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനർ, അതായത് ഞാൻ കൺസൈനർ ആണെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ്സാണ് ഞാൻ കൺസൈനിക്ക് കൊടുക്കുന്നത്, ഒരു ഏജൻറ്റിന് കൊടുക്കുന്നു വിൽക്കാൻ. അപ്പോൾ ആ വിൽക്കാൻ ഞാൻ കൊടുക്കുമ്പം ഞാൻ അദ്ദേഹത്തിന് കമ്മീഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ ആ രീതിക്കാണ് ഈ വർക്ക് നടക്കുന്നത്. സോ അവിടെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതെൻ്റെ നഷ്ടമാണ്. സോ കൺസൈനർക്കാണ് അതുകൊണ്ടുള്ള
ലോസ് ഓഫ് ഗുഡ്സ് വരിക. സോ ഉത്തരം കൺസൈനറാണ്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ചെയ്യാം? ഇഫ് എ കൺസൈനി എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 10% ടോട്ടൽ സെയിൽസ് മുമ്പിൽ കമ്മീഷൻ 10% ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഡെൽ ക്രെഡിറ്റ് കമ്മീഷനാണ് കൊടുക്കുക, 2% കൊടുക്കുന്നുണ്ട്. അവിടെ ക്രെഡിറ്റ് സെയിൽസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് സെയിൽസുമ്പിലാണ് എന്ത് കാണുക? നമ്മുടെ കൺസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ ക്രെഡിറ്റ് സെയിൽസിലാണ് കാണുക. ആൻഡ് ടോട്ടൽ സെയിൽസും കൊടുത്തിട്ടുണ്ട് 1 lakh ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കമ്മീഷൻ അയാൾക്ക് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ കമ്മീഷൻ എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 11,000 ആണ് വരുന്നത് കേട്ടോ കമ്മീഷൻ. സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മുടെ +2ൻ്റെ ഒക്കെ അക്കൗണ്ടൻസിയിലൊക്കെ ആ ഒരു ലെവൽ ഉള്ളൂ കേട്ടോ. അതായത് 1 lakhൻ്റെ എന്ത് കാണുക? 10% കാണുക അല്ലേ. 1 lakhൻ്റെ 10% 10,000 രൂപ കിട്ടും. 50,000ൻ്റെ 2% കാണുക. എന്നിട്ട് അവ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11,000 കിട്ടും കേട്ടോ. സിമ്പിളായ പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമെന്ന് നമുക്കറിയില്ല, കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസേ ഇന്നുള്ളൂ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു കേട്ടോ.